കടകളുടെ ഫ്രണ്ട് ഭാഗം മൊത്തം ഫോട്ടോസ്റ്റാറ്റ്, അപേക്ഷ ഫോം, ലാമിനേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കടയുടെ ഫ്രണ്ട് ഒരു ബാർബർ ഷോപ്പാണ്. ഇതാണ് ഒരു ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ എന്നൊക്കെ എഴുതിയിട്ട് ഒരു കട. കടയുടെ ഫ്രണ്ട് ഇല്ല, ഒറ്റ കടയുടെ ഫ്രണ്ടില്ല. ഈ സൈഡിൽ കടയേ ഇല്ല. കടകൾ പൊളിഞ്ഞ് അതിലെ സാധനങ്ങൾ, ബൈക്ക്, സ്കൂട്ടർ, ഡ്യൂറോ കിടക്കുന്നുണ്ട്. ബേലി പാലം. ചാനലുകാരും ഏഷ്യാനെറ്റ് ന്യൂസ്, 24 അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പുഴയുടെ അവസ്ഥ എന്താ, ഓരോ വീടും കൊണ്ട് പോയത്. വീടിന്റെ തൂണും വാർപ്പൊക്കെ പൊളിഞ്ഞിടക്കണം. ആരും വരാതിരിക്കലാണല്ല, കാണുമ്പോൾ ഒരു സങ്കടം തോന്നും. വീടുകളൊക്കെ പോയാൽ കാണുമ്പോൾ സങ്കടകരമായൊരു കാഴ്ചയാണ്. ശരിക്കും പോലീസുകാരെ ഇങ്ങോട്ട് വിടാത്തത് കാരണം ഇതാണ്. വെച്ചാൽ അത്രക്കും ഒരു പേടിയും പിന്നെ സ്മെല്ലൊക്കെ ഉണ്ട് ഇവിടെ. മണ്ണിന്റെയും ചളിയുടെയും മരത്തിന്റെ ഒക്കെ എന്തൊക്കെ ഒരു സ്മെല്ലാണ് ഇവിടെ മൊത്തത്തില്. ബെയിലി പാലം. എന്ത് മനോഹരമായ സ്ഥലമായിരുന്നു അറിയാം. ആ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ? ഇങ്ങനെയാണ് കിടപ്പ്. മൊത്തത്തിൽ പൊളിഞ്ഞ് ഇവിടെ ആകെയുള്ളത് ഒരു ആൽമരം മാത്രം. ഇത് അമ്പലം ഉണ്ടായ സ്ഥലം കേട്ടോ. അമ്പലത്തിന്റെ തറ മാത്രമേ ഉള്ളൂ. അമ്പലമൊക്കെ പോയി. അമ്പലത്തിന്റെ ആൽമരങ്ങൾ ബാക്കിയുണ്ട്. ആ മരം നിർത്തിയിട്ട് ഒരു ഉരുളം കല്ലുകൾ കണ്ടോ. അയ്യോ, ഈ സാധനമാണ് അവിടെ നിന്ന് പൊട്ടി വന്നത്. ഇത്ര വലിയ കല്ലുകളെ പൊട്ടി കുത്തി ഒലിച്ച് വന്ന് ജനങ്ങളെയും കൊണ്ട് പോയി. ഇത് ചൂരൽമലയുള്ള ചൂരൽമല സ്കൂളാണ് കാണുന്നത്. സ്കൂളിന്റെ ഫ്രണ്ട് ഭാഗം. സ്കൂൾ അവിടെ ബാക്കിയായി. കല്ലുകളെ വിൽപ്പം കണ്ടെങ്കിൽ ഓരോ വട്ടം കല്ലുകളുണ്ട്. ഈ കല്ലാണ് കുത്തി ഒലിച്ചിട്ട് ഒരു വീട് കൊണ്ട് പോയത്. എന്താ ചെയ്യലേ. നടക്കാണ്ട് മുകളിലോട്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് അതിലങ്ങനെ പോയി. ചൂരൽമല
പൊട്ടിയ സ്ഥലമാട്ടോ കാണുന്നത്. മല പൊട്ടി, അത് പൊട്ടി ഒലിച്ച് വന്ന കോലാണിത്. എന്താ പറയാ. മരത്തടികളും വെള്ളവും. വീടുകളുണ്ടോ? വീടുകൾ മണ്ണിൻ്റെ ഉള്ളിൽ.